ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ കാർഡ് പുതിയ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ പുതിയ കാർഡ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നേരെ മെഷീൻ ചെന്ന് കഴിഞ്ഞാൽ ക്യാഷ് എടുക്കാനും പറ്റൂല. അതേപോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള UPI ആപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ ഇതൊക്കെ നമുക്ക് യൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ കാർഡ് ആക്ടിവേറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ കാർഡ് ആക്ടിവേറ്റ് ആക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരു വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കാർഡ് ഇപ്പോ പോസ്റ്റ് ഓഫീസ് വഴിയാണ് എത്തുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തായിരിക്കും നമ്മുടെ ആ ഒരു കാർഡ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ കാർഡിന്റെ കൂടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് പിൻ ഉണ്ടായിരുന്നു, ഒരു 4 അക്ക പിൻ നമ്പർ നമ്മുടെ ഒരു ലെറ്ററിന്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് എന്തില്ല, നമുക്ക് ഈ ഒരു ലെറ്ററിനകത്ത് നമുക്ക് കാർഡ് മാത്രമേ ഉണ്ടാകുള്ളൂ, സോഫ്റ്റ് പിൻ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സോഫ്റ്റ് പിൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ മെഷീനിൽ ചെന്നിട്ട് വേണം ആ ഒരു സോഫ്റ്റ് പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കാർഡ് എടുത്തിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ ഒരു മെഷീന്റെ അടുത്ത് ചെല്ലുക. അപ്പൊ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് SBI ബാങ്കിന്റെ മെഷീൻ ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രീന് കാണാൻ പറ്റും. അതിന്റെ വലതുഭാഗത്തായിട്ട് 4 ബട്ടണും അതുപോലെ തന്നെ ഇടതുഭാഗത്തായിട്ട് 4 ബട്ടണും പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു കീബോർഡും കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഭാഗവും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മെഷീൻ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു കാർഡിന്റെ ചിപ്പിന്റെ ഭാഗമുണ്ട്, ആ ഒരു ഭാഗം മുകളിൽ ആകുന്ന രീതിയിൽ, അത് അകത്തേക്ക് കയറുന്ന രീതിയിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മെഷീനിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവിടെ നമുക്ക് 2 ലാംഗ്വേജ് കാണാൻ പറ്റും, ഒന്ന് ഇംഗ്ലീഷും ഉണ്ട് പിന്നെ ഹിന്ദി ഉണ്ട്, ചിലപ്പോൾ മലയാളം കാണിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ആ ഒരു ഇംഗ്ലീഷ് എന്ന് കാണിക്കുന്നതിന് നേരെ നമുക്കൊരു ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വലതുഭാഗത്തായിട്ട് 2 ഓപ്ഷൻസും ഇടതുഭാഗത്തായിട്ട് ഒരു 4 ഓപ്ഷൻസും കാണിക്കുന്നുണ്ട്. വലതുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ബാങ്കിങ് എന്നും അതുപോലെ തന്നെ സെറ്റ് പിന്നും എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുഭാഗത്തായിട്ട് ഫാസ്റ്റ് ക്യാഷ്, വിഡ്രോവല്, ക്വിക്ക് ക്യാഷ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആ വലതുഭാഗത്തായിട്ട് രണ്ടാമത് കൊടുത്തിട്ട് ആ ഒരു സെറ്റ് പിൻ എന്ന് പറയുന്ന ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ സെറ്റ് പിൻ എന്നതിന്റെ നേരെ കാണിക്കുന്ന ഒരു ബട്ടൺ കണ്ട് നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കൊരു പുതിയൊരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് നമ്മോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ബുക്കിലുള്ള ആ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടാവും അല്ലെ. ആ ഒരു അക്കൗണ്ട് നമ്പർ ആണ് ഈ ഒരു കോളത്തിൽ കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു അക്കൗണ്ട് നമ്പർ ആ ഒരു കോളത്തിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഒന്ന് പ്രസ് ഇഫ് കറക്റ്റ് എന്നും പ്രസ് ഇഫ് നോട്ട് കറക്റ്റ് എന്നും. നിങ്ങൾ കൊടുത്ത ആ ഒരു അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ആ പ്രസ് ഇഫ് കറക്റ്റ് എന്ന് കാണിക്കുന്നതിന് നേരെ കാണിക്കുന്ന ആ ഒരു ബട്ടൺ കണ്ടില്ലേ, ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പേജ് വീണ്ടും ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്യാം. മൊബൈൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ആ ഒരു OTP വന്നിട്ടുണ്ടോ നോക്കുക. ആ OTP വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ല നിങ്ങളുടെ ഫോണിലേക്ക് OTP വന്നിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾ ബാങ്കിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ രണ്ടാമത് കൊടുത്ത ഓപ്ഷൻ കണ്ടോ, റീസെന്റ് OTP, ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പൊ എനിക്കിവിടെ നിലവിൽ എന്റെ മൊബൈലിൽ എന്ത് വന്നിട്ടുണ്ട്, ആ ഒരു OTP വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, നേരെ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു പേജ് വീണ്ടും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP ആണ് നമ്മൾ ഈ ഒരു കോളത്തിൽ കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള OTP എന്ത് ചെയ്യുക, ആ ഒരു താഴെ കൊടുത്തുള്ള കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോളത്തിൽ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിന് നേരെ കാണിക്കുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് എൻ്റർ യുവർ ന്യൂ പിൻ എന്ന് പറയുന്ന ഒരു പേജാണ് ഇവിടെ നമുക്ക് സ്ക്രീനിൽ ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു പേജിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർഡിന്റെ ഒരു പിൻ നമ്പർ സെറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള 4 അക്ക പിൻ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കാർഡിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 അക്ക പിൻ നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ ഒരു 4 അക്ക പിൻ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ 2
പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 4 അക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് നേരത്തെ വന്ന OTP ഇല്ലേ, അതല്ല കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് പുതിയൊരു 4 അക്കത്തിലുള്ള പിൻ നമ്പർ ആണ്. അപ്പൊ ആ ഒരു പിൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ATM കാർഡ് നമ്മൾ ആ ഒരു മെഷീനിൽ നിന്നും എടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ATM കാർഡിന് ഒരു 4 അക്ക പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്തു, നമ്മുടെ ATM കാർഡ് ആക്ടിവേറ്റ് ആക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ പേ, ഫോൺ പേ, Paytm പോലെയുള്ള UPI ആപ്പുകൾ യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ATM മെഷീനിൽ നിന്നും ക്യാഷ് എടുക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക, ഒരു താങ്ക്സ് എങ്കിലും താഴത്ത് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.